ഞാൻ വീണ്ടും മുനീറിലേക്ക് പോവുകയാണ്. മുനീർ, ഇപ്പോൾ അഞ്ജുവിൻ്റെ പ്രതികരണം കണ്ടല്ലോ. സൈന്യം വരണമെന്ന് പറയുമ്പോൾ അത്രത്തോളം ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ സൈന്യം എത്തിയിട്ടും എന്താണ് സംഭവിച്ചതെന്ന് കണ്ടു. ഇനിയും രഞ്ജിത്തിന് പക്ഷെ പ്രതീക്ഷയുണ്ട്. രഞ്ജിത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും ആ മണ്ണ് മൂടിക്കിടക്കുന്നത്, ആ മൺകൂന, അതായത് ഇപ്പോൾ അപകടം നടന്നു അല്ലെങ്കിൽ വാഹനം അർജുൻ്റെ വാഹനം നിന്നിരുന്നു എന്ന് കരുതുന്ന ആ മൺകൂന, ആ ഭാഗത്തുള്ള തിരച്ചിൽ അതിനിയും ബാക്കിയുണ്ട്, അത് നടത്തേണ്ടതുണ്ട്, നാളെ നടത്തും, കരയിൽ തന്നെ ആയിരിക്കുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും രഞ്ജിത്തിനുണ്ട്. എങ്ങനെയാണ് അതിനെ മുന്നിൽ കാണുന്നത്? തീർച്ചയായിട്ടും അത് കരയിൽ തന്നെയാണ്. കാരണം ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ഞാനൊരു ഡ്രൈവർ ആയതുകൊണ്ട്. കാരണം ഒരിക്കലും ഇത് ഇത്രയും ദൂരം സ്കിഡ് ചെയ്ത് പോവില്ല വണ്ടി. കാരണം അർജുന്റെ വണ്ടിക്ക് മുന്നിൽ ശരി, ഇല്ലല്ല, ഒരിക്കലും ആ ടാങ്കർ അല്ലായിരിക്കും പോവുക. കാരണം ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അതിന്റെ മുമ്പിലുള്ള ടാങ്കർ അത് തല ഒടിഞ്ഞിട്ട് മണ്ണ് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ക്യാപ്സൂള് ഈ ഡ്രൈവർമാർ സവാദും പിന്നെ ബിനീഷും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലക്ഷ്മണന്റെ ഹോട്ടലിന്റെ മുമ്പിൽ നിർത്തിയ വണ്ടിയാണ്. കാരണം ബിനീഷ് അത് അവരുടെ വണ്ടി ബാക്ക് എടുത്ത് പോകുമ്പോൾ ആ ടാങ്കർ അവിടെ ഉണ്ട്, അതാണ് ക്യാപ്സൂള് പോയത്. കാരണം പിന്നെ ഈ മരങ്ങളെ എങ്ങനെയാണെങ്കിലും ഈ ലോറി മറിഞ്ഞു പോവുകയാണെങ്കിൽ ഈ കയർ ഒരിക്കലും സേഫ്റ്റി അല്ല, ആ കയർ പൊട്ടിപ്പോകും. കാരണം പിന്നെ കട്ടൻസ് ആണ്, വലിയ തടിയല്ല, കട്ടൻസ് ആയതുകൊണ്ട് എങ്ങനെ ആയാലും ഈ ലോറിയിൽ നിന്ന് അത് ഊരിപ്പോവും. അത് എവിടെങ്കിലും ഈ പുഴയിൽ ഒഴുകി നടക്കും. അപ്പം ഈ വണ്ടി പുഴയിലോട്ട് പോയിട്ടില്ല. ഒരിക്കലും അത് പുഴയിൽ പോകാനുള്ള ഒരു നിഗമനവും നമ്മളെ ഡ്രൈവർമാർ സമ്മതിക്കില്ല. കാരണം എല്ലാ ഡ്രൈവർമാരും പറയുന്ന ഒരേ ഒരു വാക്കുള്ളൂ, ഈ ലോറി അവിടെ ഉണ്ട്. പിന്നെ ഇത്രയും പിന്നെ നമ്മളെ അർജുൻ്റെ കുടുംബത്തിന് ഏറ്റവും ഒരു വിശ്വാസം ഉണ്ടായിരുന്ന നമ്മളെ സൈന്യത്തെയാണ്. ഈ സൈന്യത്തിൻ്റെ എന്താണ് അവർ വന്നത്, ഒരു എക്യുപ്മെൻസും ഇല്ലാതെ. കാരണം എവിടെയോ എന്തോ ഇതിന് പോകുന്ന മാതിരി വന്ന് അവരങ്ങോട്ട് പോയി. കാരണം ആ പിന്നെ അഞ്ജു എന്ന് പറഞ്ഞ അർജുൻ്റെ സഹോദരിയുടെ ആ വാക്കുകൾ നെഞ്ചത്ത് തറയ്ക്കുന്ന ഒരു വാക്കുകളാണ്. കാരണം അത്രക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന ആ പ്രതീക്ഷ വരെ അവരുടെ അടുത്തും നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യമാണ് അവരുടെ ആ സഹോദരൻ്റെ മുമ്പിലുള്ളത്. എന്താണ് അവർക്ക് പ്രതീക്ഷ? കാരണം സൈന്യത്തോടുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, സൈന്യം വന്നാലെങ്കിലും പിന്നെ അവരുടെ സഹോദരനെ തിരിച്ചു കിട്ടും എന്നുള്ളത്. അതുവരെ ഇല്ല. എന്താണ് ഇതൊക്കെ ചെയ്യുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ എല്ലാവരും അത് നാളെ എന്താ പരിശ്രമിച്ചിട്ട് അതെങ്കിലും ഒന്ന് ആ സൈഡിലുള്ള മണ്ണൊന്ന് ഒഴിവാക്കി എടുത്ത് അതിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ള ആദ്യം ഒന്ന് തീരുമാനിക്കാം. എന്നിട്ട് നമുക്ക് അത് ബാക്കിയുള്ള ഇതിലേക്ക് പോകാമെന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്രക്ക് ഇതുണ്ട്. ഇവരുടെ ആ വീട്ടിലോട്ട് കയറാനോ ഈ നാട്ടുകാർക്കൊന്ന് കയറി അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വരെ പറ്റാത്തൊരവസ്ഥയാണ്. ആ രീതിയിലാണ്. കാരണം ഏറ്റവും വലിയൊരു വിഷമഘട്ടത്തിലാണ്. കാരണം ഒരു കുടുംബം നോക്കുന്ന ഒരു സുഹൃത്താണത്. കാരണം അത്രയ്ക്ക് ഇതുണ്ട്. അവൻ്റെ അച്ഛന് സുഖമില്ല, പിന്നെ അമ്മക്കാണെങ്കിൽ അതും അസുഖമാണ്. പിന്നെ ഇതിലുള്ള ഒരു സഹോദരി ഈ ഇളയ സഹോദരൻ, ഇത്രയും കുടുംബത്തിന് ആ ചുമലിലേറ്റ് നടക്കുന്ന ആ വ്യക്തിയെ ആണ് ഈ ഇതിൽ കളിക്കുന്നത്. അത് എങ്ങനെയാണോ അത് ഇതാക്കേണ്ടത് എന്നുള്ള നമുക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും പറയാ സൈന്യം വന്ന് അത് എല്ലാ എക്യുപ്മെന്റ്സും കൊണ്ട് നാളെങ്കിലും അത് ഒരു ഇതിൽ എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പറയാനാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.